അടുപ്പിലാക്കുക പോച്ച. ഇത് എൻ്റെ സുഹൃത്തും സഹപാഠിയായ പോച്ച. എന്താണ് പറയാനുള്ളത്? വാ വാ. ഇവനെ ഒരു 3 വർഷം അമ്മ പോച്ചനെ മേടിച്ചിട്ട് 2022 ഞാൻ മേടിക്കണല്ലടാ. ഞാനിവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് മറന്നുപോയി. ആ പട്ടി ഇങ്ങനെ കുറേ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടിട്ട് കുറേ എണ്ണമൊക്കെ ആരെണ്ണൊക്കെ എടുത്തിട്ട് പോയി. ഇവരിപ്പോഴും കൂടെ കളയണം. അങ്ങനെ സെറ്റപ്പ് കാണും. എപ്പോഴും ഇത് ഇത്ര കഴിയുമ്പോൾ ഇതിങ്ങനെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്ത് എനിക്കൊരു പട്ടീനെ വേണമെന്ന് എനിക്ക് പറഞ്ഞേ. ഇവിടുത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് ഇവൻ്റെ ഒരു വീഡിയോ കേട്ടാ. ഇവൻ ഞാൻ എടുത്തുള്ളൊരു വീഡിയോ ആണ്. അത് പഴയൊരു വീഡിയോയിൽ കിടത്താം. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ചാനലിൽ തന്നെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഒരു വട്ടം കൂടി ഇടാം. ഹലോ, ഇവൻ്റെ കഥയുണ്ട്. ഇവൻ്റെ കഥ ഇവനിപ്പോൾ എടുത്ത് കാണിച്ചില്ല. അപ്പം അച്ഛന് വേണ്ടിയാണ് സമയം. ഇപ്പോൾ ഒരു 2 മണിക്കൊക്കെ എടുത്തായി. 2 മണി സമയം. ഫുഡ് കഴിച്ചില്ല. വീട്ടിൽ പോയി ഫുഡ് കഴിക്കും. അച്ഛനിപ്പം കൊണ്ട് പോയി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചെന്നിട്ട് വൈകുന്നേരമൊക്കെ എന്നിട്ട് ഒരു ഇവിടെ നാടൻ പട്ടിയില്ലേ അതിവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ശരീരം വീട്ടിലുണ്ട്. അപ്പോൾ അത് ഒരു മാസമായി അത്. അപ്പോൾ അതിനെ വീട്ടിൽ കൊണ്ടുവരണം. വീട്ടിൽ കയറ്റിയിട്ടാ. വീട്ടിൽ എന്തായാലും വിഷയം. വീട്ടിൽ ചെല്ലുമ്പോൾ ഭയങ്കര വിഷയം. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് അത് അവിടുത്തെ റിയാക്ഷൻ ആണ് കാണിച്ചത്. അതാണ് ശരിക്കും ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള കാരണം. അപ്പോൾ എന്തായാലും എന്താ പേര് പോവാം. കൊടുത്തിട്ട് വരാം. എടുത്തിട്ട് വീട്ടിലോട്ട് പോകണം. പോയിട്ട് പോയി ഐറ്റത്തിന് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടല്ലേ. പൈസ ഒന്നുമല്ല. ആ പട്ടീനെ എടുക്കണ ആരും പറഞ്ഞിട്ടുണ്ടല്ലേ. പട്ടീനെ എടുക്കാം. പട്ടീനെ എടുത്തിട്ട് കൊണ്ടാക്കി കൊടുക്കണം. അല്ല അച്ഛൻ അവർക്ക് എടുപ്പിക്കാൻ പിന്നെ ഞാൻ അച്ഛനെ കൊണ്ട് ചെയ്യാം. തരുമോ? ഉറപ്പാണ്. നോക്കട്ടെ എന്താ അവസ്ഥ. അതിന് നമ്മൾ അതതിൻ്റെ അമ്മ ഏതാടാവാം ശരിയാക്കി എടുക്കണം. ഇവനെ നമ്മൾ കൊണ്ടുപോകണം. ഇവനെ നമ്മൾ തുള്ളിക്കൊണ്ട് എടി പെൺപട്ടിന് എനിക്ക് കൊണ്ടുപോകണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അന്ന് എന്നും പെണ്ണുങ്ങൾക്ക് പ്രശ്നമാണല്ലേ. അന്ന് പണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ടായ പ്രശ്നം. അതുപോലെ തന്നെ പട്ടികളിൽ പെൺപട്ടീനെ കൊണ്ടുപോകാൻ പ്രശ്നം. എന്ത് മനുഷ്യന്മാരാ. എനിക്ക് 2 പേരെ എടുത്തുകൊണ്ട് പോകണമെന്നുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്ത് തീറ്റ കൊടുക്കുമെന്ന് ചോദിച്ചാൽ അതാണ് പ്രശ്നം. എടാ അങ്ങനെയല്ലടാ. അത് ഓക്കെടാ. എടാ തെള്ളുണ്ടടാ ഡാവി. എല്ലാ സ്ഥലത്തേക്കാണ് ഇത് വന്നത്. എവിടെ? അതെ വീട്ടിൽ. ഇതൊക്കെ പ്രത്യേക മണമുണ്ട് ഈ ചെറുതുങ്ങൾക്ക്. എന്താ എനിക്ക് ആ വലിയ പട്ടുണ്ടല്ലോ. ആ വെള്ളയില്ലേ ആ വെള്ളയുടെ തള്ളയാണ് ഫീം പറഞ്ഞത്. ബാക്കി 2 ഉണ്ട്. അത് രണ്ടും ഒരു ക്രീം കളർ ഒരു ഗോൾഡൻ കളറുള്ള പെണ്ണെന്നുള്ളത്. അപ്പോൾ അതിനോട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പറ്റുന്നില്ല. അതിൻ്റെ കുട്ടികളാണ്. പക്ഷെ ഞാൻ വെള്ളനെ എടുക്കാൻ വേണ്ടി വന്നു. പക്ഷേ അത് പേടിച്ചിട്ട് ഉള്ളിലോട്ട് പോകുന്നു. കാരണം ഇവിടെ കുറച്ച് പറ്റുണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനും മിക്ക വരുമ്പോൾ നടത്തി കഴിഞ്ഞപ്പോൾ എന്തായാലും ഇത്. അപ്പം ഞാൻ ഇന്നലെ ഇവിടെ പുള്ളിക്ക് ഇറങ്ങിയിട്ട് ഞാൻ വന്നിട്ട് ചോദിച്ചു ചേട്ടനെടുത്ത്
ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് രാവിലെ ഇപ്പോൾ ഞാൻ ചേട്ടനോട് ഇത് വന്നിട്ടാന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നിട്ട് എടുക്കാനൊക്കെ പേടിയാണ്. ഇവിടെ നിന്ന് അവിടെ ഇരിപ്പുണ്ട്. ഇതാ ആ ചാക്കിരിക്കണതിൻ്റെ പുറത്തായിട്ട് തല വെച്ചിരിക്കുന്നത്. ഞാനങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. റോഡ് ചേർത്ത് കൊണ്ടുതന്നെ ഇവിടുത്തെ ഒരു വില്ലേജ് വില്ലേജിൽ പോയി ഞാൻ എടുക്കാം. അതൊരു കാലമാണ്. ആണെങ്കിലും ചാക്കി കയറി തെള്ളക്കാത് പോകണം. അന്ന് മറ്റേ ഷാമ്പു അതിൻ്റെ ഇതൊക്കെ മേടിച്ചൊന്ന് റെഡിയാക്കിയാൽ ഇവിടെ ഇട്. ഹരിവിന അവളുണ്ടല്ലോ ഇവിടെ. ഇതിന്റെ ലാവിൻ്റെത് ഇതാ ഞാൻ പെരടത്തിട്ട് കൊടുത്തു. ഇതാ എനിക്ക് അറിയാമല്ലോ. കൊച്ചു നോക്കി വെച്ചാ നോക്കി എനിക്കൊരു പിടുത്തില്ല. അല്ല ഒരു വെള്ളം പോലെ ഒന്നും ഇപ്പുണ്ടോ എന്റെ മഞ്ഞല്ലേ ഇതൊക്കെ. പിന്നെ ഇത് വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും നമ്പരറിയാം. ഇപ്പൊ നമ്മൾ റെയിൽവേ വഴി നയിച്ചിട്ട് പോകാം. അപ്പുറം വഴി പോയി കഴിഞ്ഞാൽ കള്ളപ്പറ്റുണ്ട്. അത് പ്രശ്നമാണ്. കാരണം നമുക്ക് റെയിൽവേ വഴി എന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെല്ലാവരും ചോദിക്കുക പെട്ടെന്നാണ് എന്തിനാണെന്നൊക്കെ ചോദിക്കും. ആ ചോദ്യം നമുക്ക് ആവശ്യമില്ല. അതെ ഇതാകുമ്പോൾ ചോദിക്കണ്ടോ ഒരു പറച്ചിലില്ല. ഈ വഴിയാ അവിടെ നിന്ന് എന്തോരം ദൂരം ഉണ്ടോ അച്ഛൻ? കിലോമീറ്റേഴ്സ് ഉണ്ടോ? പിന്നെ ഇങ്ങോട്ട് നിന്ന് ഇറക്കാതെ